നമുക്കിപ്പം ശൈലജ ടീച്ചറുണ്ട്. ശൈലജ ടീച്ചർ, കാനത്തിൽ ജമീല ഇനി ഇല്ല. ഒരുപക്ഷെ വനിതാ സംവരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം തന്നെ മത്സരിച്ചു വന്ന കാനത്തിൽ ജമീല അവിടെ നിന്ന് ഇങ്ങോട്ട് പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലുമൊക്കെ സ്തുത്യർഹമായ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ 2021 കൊയിലാണ്ടിയിൽ വിജയിക്കുമ്പോഴും അത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുന്നതും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിരുന്നു. തിരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചു, പക്ഷേ ഒടുവിൽ അർബുദത്തോട് തോറ്റുപോയി നമ്മുടെ പ്രിയപ്പെട്ട കാനത്തിൽ ജമീല. എങ്ങനെ ഓർമ്മിക്കുന്നു? തീർച്ചയായിട്ടും ഇത് മനസ്സിനത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അത് വാസ്തവമാണല്ലോ. കാരണം അത്ര ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ് കാനത്തിൽ ജമീല. മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി തന്നെ എന്നോട് ഭയങ്കര അടുപ്പം. എപ്പോഴും പറയും, ടീച്ചർ എനിക്ക് സ്വന്തം ജ്യേഷ്ഠത്തെ പോലെയാണെന്ന് പറയും. എന്ത് വിഷയവും അസംബ്ലിയിലുണ്ടെങ്കിൽ എൻ്റെ സീറ്റിൽ ജമീല വന്നിരിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. വന്നിട്ട് ഓരോ പ്രശ്നത്തെക്കുറിച്ചും അഭിപ്രായം പറയും. ജമീലയുടെ അഭിപ്രായം എന്നോട് പറയും, എൻ്റെ അഭിപ്രായം അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഈ അസുഖം ആദ്യമായിട്ട് മനസ്സിലാക്കിയപ്പോഴും ജമീല എന്നെ വിളിച്ചു, ഇങ്ങനെയുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒട്ടും വിഷമിക്കണ്ട, ഇപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്, ജമീല സമാധാനമായിട്ടിരിക്കും. ഞാനും വിചാരിച്ചത് ഇതിനെ അതിജീവിച്ച് ജമീല തിരിച്ചു വരുന്ന, പക്ഷെ കുറച്ച് ഉയർന്ന സ്റ്റേജ് ആയിപ്പോയിരുന്നു ഇത് കണ്ടെത്തുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ സ്പ്രെഡിങ് ആയിരുന്നു. അപ്പൊ തന്നെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാതെ ജമീല ഇങ്ങോട്ട് ആശ്വസിപ്പിക്കും, സാരമില്ല, എന്തായാലും സുഖാവും ടീച്ചർ, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയും. ഞാൻ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. പക്ഷെ വളരെ വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമായി. അസംബ്ലിയിലൊക്കെ വളരെ നിശ്ചിതമായി ശക്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ജമീല. എന്നാൽ ഒരാളോട് പോലും വ്യക്തിപരമായ ശത്രുത പുലർത്തിക്കൊണ്ട് ജമീല പറയാറില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉള്ളവർക്ക് ജമീലയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്കും ജമീലയോട് ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നില്ല. എന്നാൽ വളരെ ശക്തമായി ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുകയും അതിനുള്ള പോയിന്റുകളൊക്കെ നിരത്തി ഉജ്ജ്വലമായിട്ട് സംസാരിക്കുകയും ചെയ്യും. വികസന പ്രവർത്തനത്തിലും അങ്ങനെ തന്നെ. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ നേതൃത്വപരമായി ജമീല ഇടപെട്ടിട്ടുണ്ട്. നല്ല ഭരണപരമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നേടി അതിനുശേഷമാണ് അസംബ്ലിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടി മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ജമീല വന്നിട്ട് പറയും, ടീച്ചർ ഞാനിങ്ങനെ ശ്രമിച്ചു, കിട്ടുന്നില്ല. പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ജമീലക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കിട്ടുകയും ചെയ്തു. എന്തായാലും ഒരു നല്ല നേതാവിനെ, ഒരു നല്ല ജനപ്രതിനിധിയെ അകാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് താങ്ങാനാവാത്ത ഒരു ദുഃഖം തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.